അന്ന് ബംഗാളിന്റെ ഭാഗമായിരുന്ന ഒഡീഷയിലെ കട്ടക്കിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ പ്രശസ്ത വക്കീലായ ജാനകിനാഥ് ബോസിന്റെയും പ്രഭാവതിയുടെയും 6 മക്കളിൽ 6ാമനായി ജനനം. പുത്രസൗഭാഗ്യം കൊണ്ട് സമ്പന്നരായിരുന്ന ജാനകിനാഥും പ്രഭാവതിക്കും അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളെ പോലെ 6ാമനും വേണ്ടത്ര പരിചരണം കൊടുക്കുവാൻ സാധിച്ചിരുന്നില്ല. പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് നടത്തിയിരുന്ന ഒരു യൂറോപ്യൻ മാതൃകയിലുള്ള സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി അവനെ ചേർത്തു. ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ സംതൃപ്തനല്ലാതിരുന്ന അവന് സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സംസ്കാരം ദഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചിരുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കൽക്കട്ടയിലെ പ്രശസ്ത പ്രസിഡൻസി കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർന്നു. കോളേജ് വിദ്യാഭ്യാസത്തിനോടൊപ്പം കോളേജിന് പുറത്തു നടക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെ കൗതുകപൂർവ്വം അവൻ നിരീക്ഷിച്ചു പോന്നു. പരീക്ഷകളിലെല്ലാം അവൻ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയിരുന്നു. മെട്രിക്കുലേഷൻ പരീക്ഷയിൽ 2ാം സ്ഥാനവും പിന്നീട് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ വിദ്യാഭ്യാസവും. 1920 അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസ് പ്രവേശന പരീക്ഷ എഴുതി. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 4ാം സ്ഥാനവും നേടിയ മികച്ച വിദ്യാർത്ഥി. എന്നാൽ 1921 അദ്ദേഹം തന്റെ ലാഭകരമായ ICS അഥവാ ഇന്ത്യൻ സിവിൽ സർവീസസ് ഉപേക്ഷിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി. തിരിച്ചെത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പക്ഷേ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തവുമായി യോജിച്ചു പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം കൽക്കട്ടയിലേക്ക് പോയി. അവിടെ ചിത്തരഞ്ജൻ ദാസ് എന്ന ബംഗാളി സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചു. 1921 വെയിൽസിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റിലായി. 1924 ഏപ്രിലിൽ പുതിയതായി രൂപവൽക്കരിച്ച കൽക്കട്ട കോർപ്പറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ചിത്തരഞ്ജൻ ദാസനായിരുന്നു കോർപ്പറേഷൻ മേയർ. 3000 രൂപ മാസ ശമ്പളത്തോടെയായിരുന്നു അദ്ദേഹത്തെ നിയമിച്ചത്. പക്ഷേ 1500 രൂപയെ അദ്ദേഹം വാങ്ങിയിരുന്നുള്ളൂ. ആ വർഷം തന്നെ ഒക്ടോബറിൽ തീവ്രവാദിയാണെന്ന സംശയത്തിന്റെ പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആദ്യം അലിപ്പൂർ ജയിലിലായിരുന്നു പാർപ്പിച്ചിരുന്നതെങ്കിലും പിന്നീട് അദ്ദേഹത്തെ ബർമയിലേക്ക് നാടുകടത്തി. സെപ്റ്റംബർ 25 അദ്ദേഹം ജയിൽ മോചിതനായി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കൽക്കട്ട മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2ാം ലോക മഹായുദ്ധത്തോടുകൂടി ബ്രിട്ടനിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത പരമാവധി മുതലെടുത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയെടുക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയവും സൈനികവും നയതന്ത്രപരമായുള്ള പിന്തുണ ലഭിച്ചാലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പൊരുതി നേടാനാകൂ എന്ന് അദ്ദേഹം ഉറച്ച വിശ്വസിച്ചിരുന്നു. യുദ്ധം തുടങ്ങിയപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തോട് കൂടിയാലോചിക്കാതെ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയും യുദ്ധ പങ്കാളിയാക്കി. ഇതിനെതിരെ അദ്ദേഹം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അധികൃതർ അദ്ദേഹത്തെ ജയിലിലടച്ചു. പക്ഷേ ജയിലിൽ തുടങ്ങിയ നിരാഹാര സമരം 7 ദിവസമായപ്പോഴേക്കും അദ്ദേഹത്തെ മോചിപ്പിച്ചു. പക്ഷേ കൽക്കട്ടയിലെ അദ്ദേഹത്തിന്റെ വസതി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. 1941 ജനുവരി 19 തന്റെ അനന്തരവനായ ശിശിരന്റെ കൂടെ നിരീക്ഷകരുടെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു. പോഷാവാറിലേക്കാണ് അദ്ദേഹം പോയത്. അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനും സോവിയറ്റ് യൂണിയനും കടന്ന് ജർമ്മനിയിലെത്തി. വേഷം മാറിയാണ് സഞ്ചരിച്ചിരുന്നത്. ആദ്യം സിയാവുദ്ദീൻ എന്ന പേരിൽ പത്താൻ വംശജനായ ഇൻഷുറൻസ് ഏജന്റിന്റെ വേഷത്തിൽ അഫ്ഗാനിസ്ഥാനിലാണ് എത്തിപ്പെട്ടത്. അവിടെ നിന്നുകൊണ്ട് ഒർലാൻഡോ മട്ടോസ എന്ന ഇറ്റലിക്കാരനായി മോസ്കോയിലെത്തി. അവിടെ നിന്നും റോമിലും അവസാനം ജർമ്മനിയിലും എത്തിച്ചേർന്നു. യൂറോപ്പിലെ ജർമ്മൻ അധിനിവേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഭാരതീയരെയും ഉത്തരാഫ്രിക്കയിൽ തടവുകാരാക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ സൈനികരെയും സംഘടിപ്പിച്ച അദ്ദേഹം ഇന്ത്യൻ ലീജിയൻ എന്നൊരു സേനയെ രൂപീകരിച്ചു. ഏകദേശം 4500 സൈനികരുടെ അംഗബലം ഉണ്ടായിരുന്നു ഈ സേനയ്ക്ക്. ജർമ്മൻ വിദേശ വകുപ്പിൽ 1941 ജൂലൈ മാസത്തിൽ വിപുലമായ സൗകര്യങ്ങളോടെ പ്രത്യേക ഭാരത് വകുപ്പ് രൂപവൽക്കരിക്കപ്പെട്ടു. 1941 അവസാനത്തോടെ ബെർലിനിൽ ഒരു സ്വതന്ത്ര ഭാരത കേന്ദ്രം അദ്ദേഹം സ്ഥാപിച്ചു. ആത്മാർത്ഥതയും ദേശസ്നേഹവും അർപ്പണ മനോഭാവവുമുള്ള കുറച്ച് അനുയായികളെയും അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. AC നമ്പ്യാർ, ANG ഗണപതി, അബീദ് ഹസൻ, MR വ്യാസ്, ഗിരിജ മുഖർജി തുടങ്ങിയവരായിരുന്നു അനുയായികളായി വന്നിരുന്നത്. നയതന്ത്രപരമായ ഒരു സ്ഥാനപതി കാര്യാലയത്തിന് ഗുണമായ എല്ലാ പരിഗണനയും ഫ്രീ ഇന്ത്യ സെന്ററിന് ജർമ്മനിയിൽ ലഭിച്ചിരുന്നു. ആസാദ് ഹിന്ദ് റേഡിയോ വഴി ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷേപണങ്ങൾ നടത്തുക, ഇന്ത്യൻ രാഷ്ട്രീയം, സംസ്കാരം, കല, തത്വശാസ്ത്രം, സാമ്പത്തികം തുടങ്ങിയ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ആസാദ് ഹിന്ദ് പത്രം ഇംഗ്ലീഷിലും മറ്റ് യൂറോപ്യൻ ഭാഷകളിലും അച്ചടിച്ച് വിതരണം ചെയ്യുക, ജർമ്മൻ അധിനിവേശ പ്രദേശങ്ങളിലെ ഇന്ത്യക്കാരെ സംഘടിപ്പിക്കുക, സ്വതന്ത്ര ഭാരത കേന്ദ്രത്തിന്റെയും പ്രവർത്തനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപകമാക്കുക, ഇന്ത്യൻ ലീജിയൻ എന്ന ഇന്ത്യൻ ദേശീയ സേനയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക എന്നിവയായിരുന്നു സ്വതന്ത്ര ഭാരത കേന്ദ്രം അഥവാ ഫ്രീ ഇന്ത്യൻ സെന്ററിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട സാമൂഹിക സാമ്പത്തിക പരിവർത്തനങ്ങൾ സംബന്ധിച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായി ഒരു ആസൂത്രണ കമ്മീഷനും സ്വതന്ത്ര ഭാരത കേന്ദ്രയിൽ രൂപവൽക്കരിച്ചു. കുതിച്ചു ചാടുന്ന ഒരു കടുവയുടെ ചിത്രം അങ്കിതമായ മൂവർണ്ണക്കൊടി ദേശീയ പതാകയായി സ്വീകരിച്ചു. നാസികളുടെ സഹായത്തോടെ ഒരു ഇന്ത്യ ആക്രമണവും ഇതുവഴി ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ.
പക്ഷേ അദ്ദേഹത്തിന്റെ പദ്ധതികൾ നടപ്പിൽ വന്നില്ല. ഹിറ്റ്ലറുടെ പല പ്രവൃത്തികളോടും അദ്ദേഹത്തിന് യോജിക്കാൻ സാധിച്ചില്ല. പ്രത്യേകിച്ചും ജൂതന്മാരോടുള്ള സമീപനവും ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് നേരെയുള്ള നാസികളുടെ ശത്രുതാപരമായ സമീപനവും, പിന്നെ സോവിയറ്റ് യൂണിയന് നേരെയുള്ള നാസി ആക്രമണവും. ഹിറ്റ്ലറിന്റെ പ്രവൃത്തികളെ അദ്ദേഹം പരസ്യമായി വിമർശിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിറ്റ്ലർക്കും നാസികൾക്കും അത്ര താല്പര്യമില്ലായിരുന്നു. കൂടാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം ജർമ്മനി വിട്ടു. 1943 ജൂൺ 23 സിംഗപ്പൂരിലേക്ക് യാത്ര തിരിച്ചു. 1943 ജൂലൈ 4 സിംഗപ്പൂരിലെ പ്രസിദ്ധമായ കാതെ ഹാളിൽ വെച്ച ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതൃത്വം അദ്ദേഹത്തിന് കൈമാറി കിട്ടി. അടുത്ത ദിവസം ജൂലൈ 5 ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി രൂപവത്കരിച്ച വിവരം അദ്ദേഹം ലോകത്തെ അറിയിച്ചു. INA അനുയായികൾ അദ്ദേഹത്തെ ആരാധനയോടെ വിളിച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസ്.